ഒന്നും വേണ്ട. ഇനി ചൂടുവെള്ളം കത്തിക്കാൻ സമയം പോകും. ഞാൻ വേറൊരു ദിവസം വരാം കേട്ടാ. വരാൻ പോണ നിങ്ങൾ എന്തേലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക, ഞാൻ വരാലോ. എല്ലാം തീർന്നില്ലേ? തുവാച്ചയാണ് കേട്ടോ. അടച്ചുറപ്പുള്ള വീടായില്ലേ അല്ലേ? അടുക്കളയൊക്കെ നന്നാക്കി. എന്താ അന്ന് വരുമ്പോ ഈ വീട്ടിന്റെ ഒരു കോലം? അടുക്കളയില്ല, ഒന്നുമില്ല, ചുമരുമില്ല, വാതിലുമില്ല, ജനലുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഫിറോസ് കുന്നംപറമ്പിലാണ്. ആ ഉമ്മയുടെ മുഖത്തെ സന്തോഷം നിങ്ങൾ കണ്ടോ? തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം ചോർന്നൊലിക്കുന്ന ആ മൺകുടിലിനുള്ളിൽ നിന്ന് തന്റെ സ്വപ്ന ഭവനത്തിലേക്ക് ചേക്കേറിയ സന്തോഷമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തന്റെ വീടിന്റെ ദയനീയ അവസ്ഥ പറഞ്ഞ് ആബിദ ബീവി ഉമ്മ നമ്മളെ വിളിക്കുന്നത്. വല്ലാത്ത സങ്കടവും കരച്ചിലൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ ആ സങ്കടവും കരച്ചിലൊക്കെ മാറ്റിയിട്ട് ആ മുഖത്ത് സന്തോഷം വിരിയിച്ചിരിക്കുക. തിരുവനന്തപുരം കല്ലറിയിലെ കുറിഞ്ചിലക്കാടാണ് ആബിദ ബീവി ഉമ്മ താമസിക്കുന്നത്. വല്ലാത്ത പ്രാരാബ്ധവും പ്രയാസവും ഒക്കെ ആയിട്ട് തന്റെ അവസാന നിമിഷം താൻ മരിക്കുന്നതിന് മുമ്പ് നല്ലൊരു വീടിനകത്ത് അന്തി ഉറങ്ങണം എന്ന ആ ഉമ്മയുടെ ആഗ്രഹം നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചിരിക്കുക. വലിയ വീടൊന്നും അല്ലെങ്കിലും ഒരു കുഞ്ഞു വീട് അവർക്ക് നിർമ്മിച്ചു നൽകാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഞാനും. അള്ളാഹു ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണിത്. ആയിരക്കണക്കിന് ജനങ്ങള് ദിവസവും അവരുടെ വേദനയും പ്രയാസങ്ങളുമായിട്ട് നമ്മളെ വിളിക്കുമ്പോൾ അവരിൽ ചിലരുടെയെങ്കിലും പ്രയാസങ്ങൾ തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം ജീവിതത്തിൽ വേറൊന്നില്ല എന്നുള്ളതാണ്. വേണ്ട ഞങ്ങൾക്ക് അല്ല, ഇനി ചൂടുവെള്ളം കത്തിക്കാൻ സമയം പോകും. ഞാൻ വേറൊരു ദിവസം വരാം കേട്ടാ. വരാൻ പോണ നിങ്ങൾ എന്തേലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക, ഞാൻ വരാലോ. എല്ലാം തീർന്നില്ലേ? തുവാച്ചയാണ് കേട്ടോ. ഈ കിലോമീറ്റർ കണക്കിനെ മൂപ്പര് നമ്മളെ പോലെ തന്നെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഓടലാണേ. ഒന്ന് പിടിച്ചിറക്കണേ.